ശ്രദ്ധാസ് മീഡിയയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ചെറിയൊരു യാത്രയപ്പ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 31 വർഷം സേവനം അനുഷ്ഠിച്ച റോയ് സാർ സ്കൂളിൽ നിന്ന് പോവാം. അപ്പം വിചാരിച്ചു, ഞങ്ങൾ പി ടി കാരെല്ലാം വിചാരിച്ചു മാഷിന് ചെറിയൊരു പാർട്ടി കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും തുടങ്ങുന്ന പോലെ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാട്ടോ ഞങ്ങളും തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ മാഷിൻ്റെ ഫാമിലിയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാര്യയും മകനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാഷിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ക്ഷണിച്ചു. അങ്ങനെ മാഷിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ 31 വർഷം ഒത്തിരി കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മാഷിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. മാഷിനെ 10 വർഷമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. കാരണം 10ാം ക്ലാസ്സിലെ പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവർക്ക് പി ടി എല്ലുണ്ട്. അപ്പം അവർക്കൊക്കെ മാഷിനെ പറ്റി ഈ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. നമുക്കൊക്കെ 5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അവരൊക്കെ മാഷിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഓരോരുത്തർ ഇങ്ങനെ മാഷിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഞങ്ങളുടെ പി ടി എ പ്രസിഡന്റും MBTA പ്രസിഡന്റും കേട്ടോ. പിന്നെ കാരണം ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ നമ്മൾ സ്റ്റേജിലോട്ട് ക്ഷണിച്ച് അവരൊക്കെ മാഷിനെ പറ്റി ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ സംസാരിച്ചു. കാരണം ഞങ്ങൾക്കിതൊരു ഗെറ്റ് ടുഗദർ പോലെ കേട്ടോ ഫീൽ ചെയ്തത്. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 10-25 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാലും ഇത്രയും പേരൊന്നും അല്ലായിരുന്നു വേണ്ടത്. പഴയ പി ടി എക്കാരും പുതിയ പി ടി എക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും ആൾക്കാരല്ല വേണ്ടത്, ഇനിയും വരാനുണ്ടായിരുന്നേ. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ ഇപ്പം കഴിഞ്ഞൊരു കുട്ടിയുടെ പേരൻ്റ് കേട്ടോ. ഇവരൊക്കെ ഈ വർഷം പി ടി ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷം പി ടി എല്ലുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ആണെങ്കിലും മാഷിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. അവർക്കൊക്കെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ മാഷ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അങ്ങനെ നമുക്കിതൊരു നല്ല ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നത്. അപ്പം നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെച്ചാൽ കേട്ടോ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി മാഷിന് ചെറിയൊരു സമ്മാനം കൊടുക്കാമെന്ന് പ്ലാനിട്ട്. എന്തായാലും ചൂടൊക്കെ അല്ലേ, മാഷ് ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു കൂളറൊക്കെ കേട്ടോ മാഷിനെ സമ്മാനിച്ചത്. അങ്ങനെ വൈസ് പ്രസിഡൻറ്റും MBTA പ്രസിഡൻറ്റും എല്ലാവരും കൂടി മാഷിന് സമ്മാനിച്ചു കൂളറ്. പിന്നെ ഞങ്ങൾക്കന്ന് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബിരിയാണിയും പിന്നെ അതിൻ്റെ കൂടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ള ഒരു പേരൻ്റ് പുഡിങ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ മുസ്ലിങ്ങളാണ്. അപ്പം അവർക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. ഓരോ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് സൂപ്പറായിരുന്നു.